സംരക്ഷണാർത്ഥം ദിവസവും 8 മണിക്കൂറിലേറെ ജോലി ചെയ്യേണ്ടി വരുന്ന ആശമാരുടെ വേതനം ന്യായമായി ഉയർത്തണമെന്നത് ദീർഘകാലമായി നിലനിൽക്കുന്ന ആവശ്യമാണ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായ ആശമാരെ തൊഴിലാളികളായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന പേരിൽ സന്നദ്ധ പ്രവർത്തകരായി വിശേഷിപ്പിച്ചാണ് 2005 ഈ സംവിധാനത്തിന് തുടക്കമിട്ടത്. 1ഉം 2ഉം UPA സർക്കാരുകളും 2014 മുതലുള്ള BJP ഭരണവും ഇവരെ പൂർണ്ണമായും അവഗണിച്ചു. ആശമാർക്ക് പ്രതിമാസം കേന്ദ്രം നൽകുന്ന നിശ്ചിത പ്രതിഫലം 2000 രൂപ മാത്രമാണെന്ന് ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സമ്മതിച്ചു. സ്വന്തം ഫണ്ടിൽ നിന്ന് പ്രതിമാസം 7000 രൂപ വീതം ആശമാർക്ക് ഓണറേറിയം നൽകുന്ന കേരളത്തിലെ LDF സർക്കാരിനെ കളവ് പറയുന്നവരായി ചിത്രീകരിക്കാനും കേന്ദ്രം ശ്രമിച്ചു. സംസ്ഥാന സർക്കാർ സ്വന്തം ഫണ്ടിൽ നിന്ന് 6000 രൂപയാണ് നൽകുന്നതെന്ന് കേന്ദ്രം കണക്കുവെച്ചു. NHM വിഹിതം പൂർണ്ണമായി കേരളത്തിന് നൽകിയെന്നും ഒരു പൈസ കുടിശ്ശികയില്ലെന്നും വിശദീകരിച്ച് പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കാനും കേന്ദ്ര ആരോഗ്യമന്ത്രിയും BJP അധ്യക്ഷനുമായ JP നദ്ദ മുതിർന്നു. 2023-24 വർഷത്തെ ആശമാരുടെ ഇൻസെന്റീവായ 100 കോടിയടക്കം 636.88 കോടി രൂപ കേന്ദ്രം നൽകാനുള്ളപ്പോഴാണ് ഈ അവകാശവാദം JP നദ്ദ ഉയർത്തിയത്. ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നേരത്തെ അയച്ചു കൊടുത്തിട്ടും കോബ്രാൻഡിങ്ങിന്റെ പേരിലാണ് കേന്ദ്ര വിഹിതം തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇക്കാര്യം തുറന്നു പറയാതെ പാർലമെന്റിൽ രാഷ്ട്രീയ കളിക്ക് ശ്രമിച്ച മന്ത്രിയുടെ നിലപാടിൽ ഇടതുപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കുകയും ചെയ്തു. ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് ഒഴുക്കൻ മട്ടിൽ പ്രതികരിച്ച കേന്ദ്രമന്ത്രി സമയബന്ധിതമായ തീരുമാനമൊന്നും ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചില്ല. കേരളത്തിലും അഖിലേന്ത്യാടിസ്ഥാനത്തിലും ആശമാരുടെ അവകാശ സംരക്ഷണത്തിനായി എല്ലാ കാലത്തും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ്. ആശാ പദ്ധതി നിർത്തിവെക്കാൻ 2012 കേന്ദ്രം ശ്രമിച്ചത് തടയാനായത് CITU വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ നിരന്തര പ്രക്ഷോഭത്തിന്റെ ഫലമായാണ്. സ്കീം വർക്കർമാരുടെ ഉജ്ജ്വല രാപ്പകൽ സമരം 2012 CITU നേതൃത്വത്തിൽ സംഘടിപ്പിച്ചതിനെ തുടർന്നാണ് 2013 ഇന്ത്യൻ ലേബർ കോൺഫറൻസിൽ ഇവരുടെ പ്രശ്നങ്ങൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത്. ആശയടക്കമുള്ള പദ്ധതി തൊഴിലാളികൾക്ക് മിനിമം കൂലി, പെൻഷൻ, EPF, ESI ആനുകൂല്യങ്ങൾ തുടങ്ങിയവ നൽകണമെന്ന ശുപാർശ അന്നത്തെ ലേബർ കോൺഫറൻസ് മുന്നോട്ട് വെച്ചു. കേന്ദ്ര സർക്കാർ ഇതൊന്നും നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല, 2015 ശേഷം ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിച്ചു ചേർക്കാൻ തയ്യാറാകുന്നുമില്ല. BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ആശമാർക്ക് തുച്ഛമായ പ്രതിഫലമാണ്. ഇത്രയും പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്ന BJPയുടെ പ്രതിനിധികളെയാണ് തിരുവനന്തപുരത്ത് ആശമാരുടെ പേരിൽ നടക്കുന്ന സമരത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നത്. കേന്ദ്രത്തിനാണ് ഉത്തരവാദിത്തം എന്നറിയാമായിരുന്നിട്ടും അതെല്ലാം മറച്ചുവെച്ച് സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിന്റെ പൊള്ളത്തരം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ വെളിച്ചത്തു വരുന്നു. അടിക്കടി ആവശ്യങ്ങൾ മാറ്റുന്ന സമര നേതൃത്വം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം മറച്ചുപിടിക്കാനാണ് ശ്രമിച്ചത്. പാർലമെന്റിലെ സംഭവ വികാസങ്ങൾ ഇവരുടെ ശ്രമം പൊളിച്ചടുക്കി. തിരുവനന്തപുരം സമരവേദിയിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതാക്കൾ പിന്തുണയുമായി എത്തിയെങ്കിലും പാർലമെന്റിൽ കേന്ദ്ര നിലപാടിലെ വഞ്ചന തുറന്നു കാട്ടപ്പെട്ടു. കഠിനമായി പണിയെടുക്കുന്ന ആശമാർക്ക് നീതി ഉറപ്പാക്കുകയാണ് വേണ്ടത്. ഈ ദിശയിൽ ആദ്യം വേണ്ടത് ആശമാരെ സ്ഥിര തൊഴിലാളികളായി അംഗീകരിക്കുക എന്നതാണ്. മിനിമം വേതനവും പെൻഷനും ഉറപ്പാക്കാൻ ഈ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണ്. ഇടതുപക്ഷത്തെ കരിവാരത്തേക്കാൻ വഴിയിൽ കിട്ടുന്ന എന്തുമെടുത്ത് ഉപയോഗിക്കുന്നവർ ഇത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര നയം തിരുത്താൻ യോജിച്ച സമരത്തിന് എല്ലാവരും തയ്യാറാകണം.